നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണയിൽ വൻ കഞ്ചാവ് വേട്ട. 26 കിലോ കഞ്ചാവുമായി തിരൂർ സ്വദേശി പോലീസ് പിടിയിൽ. പിടിയിലായത് കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന മുഖ്യ കണ്ണിയെന്ന് പോലീസ്. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടരുന്നു. മപ്പാട്ടുകരയിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ ചികിത്സ തേടിയത് 20-ലധികം പേർ. മഞ്ഞപ്പിത്ത ബാധ പുഴവെള്ളം ഉപയോഗിച്ചവർക്ക്. സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ്. റേഷൻ കടകളിൽ പോലീസിനെ കൊണ്ട് റെയ്ഡ് നടത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. നടപടി തുടർന്നാൽ സംസ്ഥാന വ്യാപകമായി റേഷൻ കടകളടച്ച് അനിശ്ചിതകാല സമരം നടത്തുമെന്നും അസോസിയേഷൻ. കരിങ്കലത്താണി അരക്കുപറമ്പ് റൂട്ടിൽ ചൊവ്വാഴ്ച സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും. പണിമുടക്ക് ഓട്ടോറിക്ഷകളുടെ സമാന്തര സർവീസ് തടയണമെന്നാവശ്യപ്പെട്ട്. പെരിന്തൽമണ്ണ ആസ്ഥാനമായി മലബാർ ഫിലിം സൊസൈറ്റിക്ക് രൂപം നൽകി. കൂട്ടായ്മയ്ക്ക് പിന്നിൽ കലാ സാംസ്കാരിക പ്രവർത്തകർ. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 3 ദിവസത്തെ ഫിലിം ഫെസ്റ്റിവലിൽ. വിശദമായ വാർത്തകളിലേക്ക്. പെരിന്തൽമണ്ണയിൽ വൻ കഞ്ചാവ് വേട്ട. 26 കിലോ കഞ്ചാവുമായി തിരൂർ സ്വദേശി പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായി. തിരൂർ താനാറളൂർ സ്വദേശി ചക്കിയത്ത് വീട്ടിൽ 42-കാരനായ അലവിയാണ് അറസ്റ്റിലായത്. മലപ്പുറം ജില്ലയിലെ കഞ്ചാവ് മാഫിയ സംഘത്തിലെ മുഖ്യ വിതരണക്കാരനാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായ തിരൂർ സ്വദേശി അലവി. ചെറുകിട വിൽപ്പനക്കാർക്കും ഏജന്റുമാർക്കും അവർ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചാണ് അലവി കഞ്ചാവ് വിതരണം നടത്തിയിരുന്നത്. കഞ്ചാവുമായി വിതരണത്തിന് പോവുകയായിരുന്ന പ്രതിയെ വിതരണത്തിനായി വാടകയ്ക്കെടുത്ത ഓട്ടോയും 26 കിലോ കഞ്ചാവും സഹിതം അങ്ങാടിപ്പുറം കോട്ടപ്പറമ്പിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു. മലപ്പുറം നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി MP മോഹനചന്ദ്രന് രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി KP വിജയകുമാർ, സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ തോട്ടത്തിൽ എന്നിവരുടെ നിർദ്ദേശപ്രകാരം പ്രതിയെ സബ് ഇൻസ്പെക്ടർ ഗിരീഷ് കുമാറും സ്പെഷ്യൽ സ്ക്വാഡും ചേർന്നാണ് പിടികൂടിയത്. മലപ്പുറം ജില്ലയിലെ തിരൂർ, കോട്ടക്കൽ, മലപ്പുറം, മഞ്ചേരി, നിലമ്പൂർ, പെരിന്തൽമണ്ണ, പൊന്നാനി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ വൻ ഏജന്റുമാർക്ക് പ്രതിയായ അലവി കഞ്ചാവ് എത്തിച്ചിരുന്നു. ആന്ധ്രയിൽ നിന്നാണ് പ്രതി കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിച്ചിരുന്നത്. ആന്ധ്രാപ്രദേശിലെ അനകവള്ളി, പാടേരി, ദുനി എന്നീ പ്രദേശങ്ങളിലെ ഉൾഗ്രാമങ്ങളിൽ കരിമ്പ്, നിലക്കടല കൃഷികൾക്കിടയിൽ വ്യാപകമായും അനധികൃതമായും കഞ്ചാവ് കൃഷിയും ചെയ്യുന്നുണ്ട്. ഇവിടെ കൃഷി ചെയ്ത കഞ്ചാവ് ചെടികൾ വെട്ടിയെടുത്ത് ട്രെയിൻ മാർഗം തമിഴ്നാട്ടിലെ കമ്പം, തേനി, പൊള്ളാച്ചി, കോയമ്പത്തൂർ ഭാഗങ്ങളിൽ മുഖ്യ വിതരണക്കാർക്ക് എത്തിച്ച് ഇവിടെ വെച്ച് ഉടക്കിയ ശേഷമാണ് കേരളത്തിലേക്ക് കടത്തുന്നത്. ആന്ധ്രാപ്രദേശിൽ നിന്നും നേരിട്ടായിരുന്നു പ്രതി ആദ്യം കഞ്ചാവ് കൊണ്ടുവന്നിരുന്നത്. ഒരു തവണ പോലീസ് പിടിയിലായതോടെ തമിഴ്നാട്ടിലെ മുഖ്യ വിതരണക്കാരിൽ നിന്നും പ്രതി കഞ്ചാവ് നേരിട്ട് എത്തിച്ചു തുടങ്ങി. ഇത്തരത്തിൽ മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ 15ഓളം ഏജന്റുമാർക്ക് പ്രതി കഞ്ചാവ് വൻതോതിൽ എത്തിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്ന് ഡിവൈഎസ്പി KP വിജയകുമാർ പറഞ്ഞു. ഞാൻ പ്രധാനമായിട്ടും പൊള്ളാച്ചിയിൽ നിന്നാണ് ഈ കഞ്ചാവ് എടുക്കുന്നത്. അത് ബസ്സിലും മറ്റും ഇവിടെ പാലക്കാട് വരെ, അതുപോലെ തന്നെ മലപ്പുറത്ത് എത്തിച്ച് അവിടുന്ന് ഓട്ടോറിക്ഷയിൽ മറ്റും വിതരണം ചെയ്യുകയാണ് പതിവ്. ഇയാൾക്ക് 2009, 2010, 2011 കാലഘട്ടങ്ങളിൽ വിവിധ സ്റ്റേഷനുകളിൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഈ അലവി ആന്ധ്രാപ്രദേശിൽ നിന്ന് നേരിട്ട് എടുക്കുകയായിരുന്നു പതിവ്. പക്ഷേ തമിഴ്നാട്ടിലെ ഈ ചോടാവരം പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഇയാൾക്കെതിരെ ഒരു കേസ് 2010 4 കിലോ കഞ്ചാവുമായി അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അതിനുശേഷം ഇയാൾ ആന്ധ്രയിൽ നിന്ന് നേരിട്ട് ചെന്ന് എടുക്കുന്നില്ല, പൊള്ളാച്ചിയിൽ ചെന്ന് അവിടെ ആന്ധ്രയിൽ നിന്ന് എത്തിച്ച കഞ്ചാവ് ഏജന്റുമാരിൽ നിന്നും വാങ്ങിച്ച് ഇവിടെ ചില്ലറ വിൽപ്പനക്കാർക്ക് വിതരണം ചെയ്യുകയാണ് അയാൾ ഇപ്പോഴത്തെ പതിവ്. ഒരു സംസ്ഥാന തലത്തിൽ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട കേസുകളിൽ ഒരു കേസായിട്ട് ഇത് ഇത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി പിടിക്കപ്പെടുന്ന ഒരു കേസാണിത്. വളരെ കുറച്ച് മാത്രം കേസുകളിൽ ഒരു കേസ് ഇത് തന്നെയാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് മുമ്പ് പരപ്പനങ്ങാട് എക്സൈസിന്റെയും കോട്ടക്കൽ പോലീസിന്റെയും പിടിയിലായ പ്രതിക്കെതിരെയുള്ള കേസിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കെയാണ് പ്രതി വീണ്ടും പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്ത പ്രതിയെ വടകര NDPS കോടതിയിൽ ഹാജരാക്കി. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മപ്പാട്ടുകര തൂതപ്പുഴയുടെ പരിസരങ്ങളിൽ മഞ്ഞപ്പിത്തം പടരുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടെ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സ തേടിയത് 20-ലേറെ ആളുകളാണ്. എന്നാൽ മഞ്ഞപ്പിത്തം പടരുന്നതിനെക്കുറിച്ച് ഇതുവരെയും ആരോഗ്യവകുപ്പ് അറിഞ്ഞിട്ടില്ല. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കിഴക്കേ മപ്പാട്ടുകര തൂതപ്പുഴയോരത്താണ് മഞ്ഞപ്പിത്തം പടരുന്നത്. കഴിഞ്ഞ 2 മാസത്തോളമായി 20-ലേറെ ആളുകളാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ഈ പ്രദേശങ്ങളിൽ നിന്നും ചികിത്സ തേടിയത്. കടുത്ത പനിയും ഛർദിയും വയറുവേദനയും ഉണ്ടായപ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയപ്പോഴാണ് മഞ്ഞപ്പിത്തമുള്ളതായി സ്ഥിരീകരിച്ചത്. ഈ പ്രദേശത്ത് ഈ മഞ്ഞപ്പിത്തം തുടങ്ങിയിട്ട് ഒരു 2 ആഴ്ചയുടെ എന്റെ വീട്ടിൽ തന്നെ 2ാമത്തെ ആൾക്കാണ് ഇപ്പോൾ മഞ്ഞപ്പിത്തം ഉണ്ടാവുന്നത്. ഈ പ്രദേശം മിക്ക വീട്ടുകളിലും മഞ്ഞപ്പിത്തം പടർന്നിട്ടുണ്ട്. ഈ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് യാതൊരു
അന്വേഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പുഴയുടെ വക്കിന് താമസിക്കുന്ന മിക്ക വീട്ടിലാണ് ഈ മഞ്ഞപ്പിത്തം പടർന്നു കാണുന്നത്. എനിക്കൊണ്ട് പുഴയിലെ വെള്ളത്തിന്റെ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് ആരാണോ അവർക്കാണ് അത് കൂടുതൽ വന്നതെന്നുള്ള ഒരു സംശയമുണ്ട്. അത് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് ഇതുവരെ ഇതെല്ലാം അന്വേഷണമോ അതിന്റെ യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. എത്ര മാസമായിട്ട് ഇത് കണ്ടു തുടങ്ങിയിട്ട് ഇപ്പോ 2-3 മാസത്തിനുള്ളിൽ ഒരു 10-20 വീട്ടില് ഇത് കണ്ടതായിട്ട് എന്റെ അറിവിലുണ്ട്. എന്റെ വീട്ടിലിപ്പോ രണ്ടാമത്തെ ആൾക്കാണ് പോയി 15 ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ ആൾക്കാണ് പോരുന്നത്. കൃത്യമായിട്ട് തൊട്ടടുത്ത വീട്ടുകളിലുണ്ട്, എത്രയോ വീട്ടുകൾ തൊട്ടടുത്ത് ഈ പുഴയുടെ ഓരത്ത് താമസിക്കുന്ന മിക്ക വീട്ടുകളിലും ഈ മഞ്ഞപ്പിത്തം പലതായിട്ട് കാണുന്നുണ്ട്. പലരും പല ചികിത്സയും ചെയ്യുന്നുണ്ട്. ചില അധിക പേരും ആയുർവേദിക്കാണ്, മറ്റ് പലരും അലോപ്പതിയും മറ്റൊക്കെ നോക്കുന്നുണ്ട്. അതൊരു വന്നു കഴിഞ്ഞാൽ ഒരു മാസത്തിന് ആള് വളരെ അവശനായിട്ട് ഒരു മാസത്തിന് എന്റെ രണ്ടാമത്തെ മോനിപ്പോ സ്കൂളിൽ പോകാൻ 15 ദിവസത്തെ ലീവ് എടുത്തത്. എന്നിട്ടും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. ഇപ്പൊ ഒന്ന് നോർമലായി വന്നുള്ളൂ. അപ്പത്തിന് മൂത്തമാന് വീണ്ടും വന്നുപോയി. തൂതപ്പുഴയോരത്തടുത്തുള്ള വീടുകളിലാണ് ഒന്നിലധികം വരുന്ന ആളുകൾക്ക് മഞ്ഞപ്പിത്തമുണ്ടായത്. പലരും ഇപ്പോഴും ചികിത്സയിലുമാണ്. GHS മാരാമംഗലം. എത്ര മഞ്ഞപ്പിത്തം 3-4 ആഴ്ച ഉണ്ടായിട്ട് ആശുപത്രിയില്ല, തൃശ്ശൂര് പച്ചമരുന്നുണ്ടാവും, അങ്ങോട്ട് പോയത്. ഷാനില് 7 GHS മാരാമംഗലം ഉണ്ടായിരുന്നു. മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു. 2 ആഴ്ച കടന്നു. തൃശ്ശൂര് പോയി. അതില് അവിടുന്ന് ഒരു ദിവസം കുടിക്കാലം മരുന്ന് വന്നു. 3-4 ആഴ്ച കടന്നു. തൂതപ്പുഴയിലെ വെള്ളത്തിൽ കുളിക്കുന്നവരും പുഴയോട് ചേർന്ന് കിണറുകളുള്ള വീടുകളിലുള്ളവർക്കുമാണ് മഞ്ഞപ്പിത്തം പിടിപെട്ടിരിക്കുന്നത്. കിണറിലെ വെള്ളം കുറഞ്ഞപ്പോൾ പുഴയിൽ നിന്ന് കിണറിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് ഉപയോഗിച്ച വീടുകളിലും മഞ്ഞപ്പിത്തം പിടിപെട്ടിട്ടുണ്ട്. മഞ്ഞപ്പിത്തം വന്ന് ജോലിക്ക് പോകാനാകാതെ ആഴ്ചകളോളം കിടപ്പിലായവരും സ്കൂളിൽ പോകാനാവാതെ രോഗത്തിന്റെ ഗുരുതരാവസ്ഥയിൽ തിരിച്ചു വന്നവരുമുണ്ട്. മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ഭീതിയിലാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ. മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുമ്പോഴും ഇതുവരെ ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. മഞ്ഞപ്പിത്തം പടരുന്ന മപ്പാട്ടുകരയിലെ തൂതപ്പുഴ മലിനമാകുന്നു. ഇവിടെ കോഴിമാലിന്യങ്ങൾ തള്ളുന്നത് പതിവാണെന്ന് പരിസരവാസികൾ പറയുന്നു. ഈ മലിനജലം ഉപയോഗിക്കുന്നവർക്കാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത്. കിഴക്കേ മപ്പാട്ടുകരയിലെ തൂതപ്പുഴയോരമാണ് മലിനമായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കോഴിമാലിന്യങ്ങൾ തള്ളുന്നതും സ്ഥിരമാണ്. പൊതുവെ നീരൊഴുക്ക് കുറഞ്ഞ ഈ സമയത്ത് കോഴിമാലിന്യങ്ങൾ തള്ളിയത് പുഴയെ കൂടുതൽ മലിനപ്പെടുത്തിയിരിക്കുകയാണ്. കുഴിക്കലൂർ പഞ്ചായത്തിലെ ഈ 8ാം വാർഡിൽ വരുന്ന മപ്പാട്ടുകര പ്രദേശത്ത് ഒരുപാട് വീടുകളിൽ നമ്മളെ 2-3 ദിവസമായി ഇത് അന്വേഷിച്ചപ്പോൾ ഒരുപാട് വീടുകളിൽ മഞ്ഞപ്പിത്തം പടർന്നു പന്തിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അസുഖം ഉള്ളവരും മാറിയവരും ഇപ്പൊ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളെയും ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മൾ അന്വേഷണത്തിൽ പെട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ അസുഖം ഈ നമ്മുടെ തൂതപ്പുഴയുടെ ഓരത്തുള്ള വീടുകളിൽ അല്ലെങ്കിൽ ഈ പുഴയുമായി ബന്ധപ്പെട്ട് കുളിക്കുന്നവർക്കാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവന്നിട്ടുള്ളത്. പ്രധാനമായിട്ട് ഇവിടുന്ന് ഈ ആളുകൾ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി വളരെ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന പ്രദേശമാണ്. കുടിക്കുന്നതിന് വേണ്ടി പുഴയെ ആശ്രയിക്കുന്നുണ്ട് എന്നൊരു സംശയം കൂടി നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ തൂതപ്പുഴയിൽ അനധികൃതമായി ധാരാളം കോഴി വേസ്റ്റുകൾ തള്ളുന്ന ഒരു സ്വഭാവമുണ്ട്. ഇപ്പൊ വെള്ളത്തിന്റെ നീരൊഴുക്ക് കുറഞ്ഞത് മൂലം ഇത് കെട്ടിക്കിടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതിൽ നിന്നും അണുക്കള് ശരീരത്തിൽ ഏറ്റതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മഞ്ഞപ്പിത്തം എന്നാണ് നമ്മുടെ സംശയം. തൂതപ്പുഴയിൽ നിന്നും കുളിച്ചവർക്കിടയിലാണ് മഞ്ഞപ്പിത്തം പിടിപെടുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ മലിനമായ പുഴയിൽ കുളിച്ചതുകൊണ്ട് മാത്രം മഞ്ഞപ്പിത്തം വരാൻ സാധ്യതയില്ലെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത്. അതേസമയം പുഴയിൽ മുങ്ങിക്കുളിക്കുമ്പോൾ വെള്ളം അകത്തുകടക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ മഞ്ഞപ്പിത്തം വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പുഴയിൽ നിന്നുള്ള വെള്ളം കൃഷി ആവശ്യത്തിനും മറ്റും ടാങ്കുകളിലേക്കും കൃഷിസ്ഥലത്തേക്കും അടിച്ചു കയറ്റിയിരുന്നു. ഇങ്ങനെയുള്ള വെള്ളം കിണറുകളിലേക്ക് ഭൂഗർഭജലമായി ഒലിച്ചിറങ്ങുന്നതിനുള്ള സാധ്യതയും ഏറെയാണ്. ഈ കിണറുകളിലെ വെള്ളം കുടിക്കുന്നതും പകർച്ചവ്യാധികൾ പടരാൻ കാരണമാകും. പൊതുവെ കുടിവെള്ള പ്രശ്നമുള്ള ഈ പ്രദേശത്തെ കിണറുകളിലേക്ക് പുഴയിൽ നിന്നും വെള്ളം അടിച്ച് നിറച്ചിരുന്നതായും പറയപ്പെടുന്നു. കഴിഞ്ഞ മഴക്കാലത്തിന്റെ ആരംഭം വരെ ഇത് തുടർന്നു വന്നിരുന്നുവത്രേ. മലിനജലത്തിന്റെ അവശിഷ്ടങ്ങൾ കിണറുകളിലെ വെള്ളത്തിലുണ്ടോ എന്നറിയാൻ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ ആവശ്യമുണ്ട്. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കിഴക്കേ മപ്പാട്ടുകരയിൽ മഞ്ഞപ്പിത്തം പടരുന്നത് ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. 2 മാസത്തിലേറെയായി മഞ്ഞപ്പിത്തം പടരുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടവർ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് കടുത്ത അനാസ്ഥ തന്നെയാണ്. പുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കിഴക്കേ മപ്പാട്ടുകരയിലെ തൂതപ്പുഴയോരത്ത് 2 മാസത്തിലേറെയായി മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണ്.
20-ലധികം ആളുകൾ ചികിത്സയും തേടി. എന്നാൽ ഇതൊന്നും ആരോഗ്യവകുപ്പ് അധികൃതർ ഇതുവരെ അറിഞ്ഞിട്ടേയില്ല. മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ഇതേക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്നുമാണ് തത്തനംപിള്ളി PHCയിലെ മെഡിക്കൽ ഓഫീസറും ഹെൽത്ത് ഇൻസ്പെക്ടറും പറയുന്നത്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ മെഡിക്കൽ ഓഫീസർ കൂടാതെ ഹെൽത്ത് ഇൻസ്പെക്ടർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരും ഇവരെ സഹായിക്കാൻ ആശാ വർക്കർമാരുമുണ്ടാകും. ഇതിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, ആശാ വർക്കർമാർ എന്നിവർ ഫീൽഡ് സ്റ്റാഫുകളാണ്. ഇവർ ഓരോ സ്ഥലങ്ങളിലും സന്ദർശനം നടത്തണമെന്നാണ് വ്യവസ്ഥ. ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടിയെത്തിയിട്ടില്ലെങ്കിലും ഫീൽഡിലുള്ള ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത്തരം പകർച്ചവ്യാധികൾ പടരുന്നത് അറിഞ്ഞിരിക്കണമെന്നാണ് വ്യവസ്ഥ. ഒരു നാട് മഞ്ഞപ്പിത്ത ഭീതിയിൽ കഴിയുമ്പോൾ ഒന്നും അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ കാണാനാവുക ആരോഗ്യവകുപ്പിന്റെ കടുത്ത അനാസ്ഥ തന്നെയാണ്. റേഷൻ കടകളിൽ പോലീസിനെ കൊണ്ട് റെയ്ഡ് നടത്തുന്ന നടപടി സർക്കാർ അവസാനിപ്പിച്ചില്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം സംസ്ഥാന വ്യാപകമാക്കുമെന്ന് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വി അജിത് കുമാർ പറഞ്ഞു. സിവിൽ സപ്ലൈസ് ഡയറക്ടർ മുതൽ റേഷൻ ഇൻസ്പെക്ടർ വരെ റേഷൻ കടകളിൽ റെയ്ഡ് നടത്താൻ അധികാരമുണ്ടെന്നിരിക്കെ പോലീസിനെ കൊണ്ട് റെയ്ഡ് നടത്തുന്ന നടപടി അംഗീകരിക്കാനാവില്ലെന്നും അജിത് കുമാർ പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ച മണ്ണാർക്കാട്, ചെറുപ്പശ്ശേരി, കൊല്ലങ്കോട് എന്നിവിടങ്ങളിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ 3 റേഷൻ ഡീലർമാരെ അറസ്റ്റ് ചെയ്തിരുന്നു. സ്റ്റോക്കിൽ കൃത്രിമം കാണിച്ചു എന്നാരോപിച്ചായിരുന്നു അറസ്റ്റ്. ഇതിൽ 2 പേർക്ക് ജാമ്യം ലഭിച്ചെങ്കിലും ഒരാളെ കോടതി റിമാൻഡ് ചെയ്തു. പോലീസ് റെയ്ഡിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച മുതൽ പാലക്കാട് ജില്ലയിൽ കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷനും ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷനും സംയുക്തമായി അനിശ്ചിതകാല സമരം തുടരുകയാണ്. സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥ തലത്തിലെ ഡയറക്ടർ മുതൽ റേഷൻ ഇൻസ്പെക്ടർ വരെ റേഷൻ കടകളിൽ പരിശോധിക്കാൻ അധികാരമുണ്ടെന്നിരിക്കെ പോലീസിനെ കൊണ്ട് റെയ്ഡ് നടത്തുന്ന നടപടി അംഗീകരിക്കാനാവില്ലെന്നാണ് ചെറുകിട റേഷൻ വ്യാപാരികളുടെ സംഘടനാ നേതാക്കൾ പറയുന്നത്. വില നിയന്ത്രിക്കുന്നതിന് നടപടിയെടുക്കേണ്ട സർക്കാർ അതിനുവേണ്ടി ഒരു നടപടിയും സ്വീകരിക്കാതെ റേഷൻ വ്യാപാരികളെ കള്ളന്മാരാക്കുന്ന നടപടി ശരിയല്ലെന്നും കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വി അജിത് കുമാർ പറഞ്ഞു. ഒരു പ്രശ്നവുമില്ലാത്ത കടയിൽ പോയി പോലീസ് റെയ്ഡ് നടത്തി EC ആക്ടിൽ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് 3ഓളം റേഷൻ കടക്കാരെ പാലക്കാട് ജില്ലയിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അത് 2 പേർക്ക് ജാമ്യം കിട്ടി. മൊത്തം റേഷൻ കടകൾ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് അധികാരികളും റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പോലീസ് റെയ്ഡിനെ തുടർന്ന് 3 റേഷൻ കടകൾ പരിശോധിക്കുകയും ചെറിയ കുറ്റകൃത്യങ്ങൾ കണ്ടതിനെ തുടർന്ന് 3 റേഷൻ ഷോപ്പുകാരെ EC ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. 2 പേരെ ജാമ്യത്തിൽ അന്ന് തന്നെ വിടുകയും ഒരാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിനെ തുടർന്നുകൊണ്ട് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ അനിശ്ചിതകാല സമരം പോലീസ് റേഷൻ കടയിൽ കയറാൻ പാടില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അനിശ്ചിതകാല സമരം തുടരുകയാണ്. അതിനോടനുബന്ധിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിലെ ഈ പോലീസ് റെയ്ഡിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ബുധനാഴ്ച കേരളത്തിലെ മുഴുവൻ റേഷൻ കടകളും അടച്ചിടുകയാണ്. സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥന്മാർ, സിവിൽ സപ്ലൈസ് ഡയറക്ടർ മുതൽ റേഷൻ ഇൻസ്പെക്ടർമാരെ വരെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാർക്കും റേഷൻ കട പരിശോധിക്കാമെന്നിരിക്കെ ഗവൺമെന്റ് പോലീസിനെ കൊണ്ട് ഇത്തരം നടപടി സ്വീകരിക്കുന്നത് ഒരു ഉചിതമായ കാര്യമല്ല. പോലീസിനെ കൊണ്ട് നടത്തുന്ന റെയ്ഡ് അവസാനിപ്പിച്ചില്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ നടത്തുന്ന സമരം സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. കരിങ്കല്ലത്താണി അരക്കുപറമ്പ് റൂട്ടിൽ ചൊവ്വാഴ്ച സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും. ഓട്ടോറിക്ഷകളുടെ സമാന്തര സർവീസിൽ പ്രതിഷേധിച്ചാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. ചൊവ്വാഴ്ച രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് കരിങ്കല്ലത്താണി അരക്കുപറമ്പ് റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ സമാന്തര സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകളിലാണ് യാത്ര ചെയ്യുന്നത്. അതിനാൽ ഓട്ടോകളുടെ സമാന്തര സർവീസ് അവസാനിപ്പിക്കുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കണം. കൂടാതെ പെർമിറ്റില്ലാതെ ഓടുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടി വേണം. ഈ റൂട്ടിൽ ബസ് ജീവനക്കാർക്കെതിരെയുള്ള കടന്നുകയറ്റവും വർദ്ധിച്ചിട്ടുണ്ട്. അതിനാൽ ബസ് ജീവനക്കാർക്ക് സംരക്ഷണവും ഉറപ്പുവരുത്തണം. ഇത്രയും ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് സ്വകാര്യ ബസ് ജീവനക്കാർ ചൊവ്വാഴ്ച സൂചനാ പണിമുടക്ക് നടത്തുന്നത്. വാർത്തകൾ തുടരുന്നു. കലാസാംസ്കാരിക പ്രവർത്തകരുടെയും ചലച്ചിത്ര രംഗത്തുള്ളവരുടെയും കൂട്ടായ്മയിൽ പെരിന്തൽമണ്ണയിൽ മലബാർ ഫിലിം സൊസൈറ്റി രൂപീകരിച്ചു. സിനിമാ സംവിധായകൻ ഹരിനാരായണൻ മലബാർ ഫിലിം സൊസൈറ്റി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സമീപകാലത്തെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി 3 ദിവസത്തെ ഫിലിം ഫെസ്റ്റിവലും സംഘടിപ്പിച്ചിട്ടുണ്ട്. കലാ സാംസ്കാരിക സിനിമാ രംഗങ്ങളിലെ തൽപരരുടെ കൂട്ടായ്മയിലാണ് പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ച് മലബാർ ഫിലിം സൊസൈറ്റിക്ക് രൂപം നൽകിയിരിക്കുന്നത്. പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ ഹരിനാരായണൻ മലബാർ ഫിലിം സൊസൈറ്റി ഉദ്ഘാടനം ചെയ്തു. വള്ളുവനാടിന്റെ സാംസ്കാരിക നഗരമായ പെരിന്തൽമണ്ണയിൽ തന്നെ ഇവിടെ തന്നെയാണ് ആരംഭിക്കേണ്ടത്, വേറെ എവിടെയല്ല.
അതിന് ഇത്രയധികം കലാകാരന്മാരെ ഉള്ള പെരിന്തൽമണ്ണയിൽ ഈ സൊസൈറ്റിക്ക് തുടക്കം കുറിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. മലബാർ ഫിലിം സൊസൈറ്റി രക്ഷാധികാരി ഡോക്ടർ അബൂബക്കർ തയ്യിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ ചലച്ചിത്ര പ്രവർത്തകൻ മേലാറ്റൂർ രവിവർമ്മ, ഡോക്യുമെന്ററി സംവിധായകൻ സലാം കൊടിയത്തൂർ, കൗമാര കലാപ്രതിഭ ഹന്ന യാസിർ എന്നിവരെ ചടങ്ങിൽ മുൻ MLA വി ശശികുമാർ ആദരിച്ചു. സക്കീർ പൊന്നിയാകുർശി സംവിധാനം ചെയ്ത ദി റോഡ് ഡോക്യുമെന്ററിയും രതീഷ് സംവിധാനം ചെയ്ത അഷസ് ഓഫ് മൈ ലൈഫ് ഹ്രസ്വചിത്രവും നഗരസഭാ ചെയർപേഴ്സൺ നിഷി അനിൽ രാജ് പ്രകാശനം ചെയ്തു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അംഗം സമദ് മങ്കട, മലബാർ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് CS സോമസുന്ദരൻ, സെക്രട്ടറി ശശി പെരിന്തൽമണ്ണ, രക്ഷാധികാരികളായ ഡോക്ടർ വി വേണുഗോപാൽ, മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ, CV സദാശിവൻ, നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ MK ശ്രീധരൻ, ദാമു സോഡിയക് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. മലബാർ ഫിലിം സൊസൈറ്റിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സമീപകാലത്ത് ശ്രദ്ധേയമായ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി 3 ദിവസത്തെ ഫിലിം ഫെസ്റ്റിവലും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓസ്കാറിന് പരിഗണിച്ച ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത ആകാശത്തിന്റെ നിറം, മധുബാൽ സംവിധാനം ചെയ്ത ഒഴിമുറി, മാധവ് രാമദാസൻ സംവിധാനം ചെയ്ത മേൽവിലാസം എന്നീ ചിത്രങ്ങളാണ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്നത്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് MES കല്ലടി കോളേജിൽ UDSFന് വിജയം. 39 സീറ്റിൽ 26 UDSF നേടി. ബാക്കിയുള്ള 13 സീറ്റ് LDSFനാണ് ലഭിച്ചത്. പാർലമെന്ററി രീതിയിലാണ് ഈ വർഷത്തെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തിങ്കളാഴ്ച മണ്ണാർക്കാട് MES കല്ലടി കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രതിനിധി തെരഞ്ഞെടുപ്പാണ് നടന്നത്. തെരഞ്ഞെടുപ്പിൽ UDSFനെ പ്രതിനിധീകരിക്കുന്ന 26 പേർ വിജയിച്ചു. ആകെയുള്ള 39-ൽ ബാക്കി വരുന്ന 13 സീറ്റ് LDFനെ പ്രതിനിധീകരിക്കുന്നവർക്കാണ് ലഭിച്ചത്. യൂണിയൻ ഭാരവാഹികളെ വ്യാഴാഴ്ച തെരഞ്ഞെടുക്കും. വിജയിച്ചവർ ചേർന്നാണ് യൂണിയൻ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത്. കൂടുതൽ സീറ്റ് ലഭിച്ച സന്തോഷത്തിൽ UDSF പ്രവർത്തകർ മണ്ണാർക്കാട് നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ഇനി നിയമസഭാ വിശേഷങ്ങളുമായി നമ്മുടെ ശബ്ദം. നമസ്കാരം. നമ്മുടെ ശബ്ദത്തിലേക്ക് വീണ്ടും സ്വാഗതം. 13ാം നിയമസഭയുടെ 6ാം സമ്മേളനത്തിലെ 6ാം ദിനത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി, വനം വകുപ്പ് മന്ത്രി എന്നിവരാണ് അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. കുടുംബശ്രീയെ തകർത്ത് ജനശ്രീയെ സഹായിക്കുന്ന സർക്കാർ നിലപാട് ചോദ്യം ചെയ്തായിരുന്നു കെ സലീഗ ചോദിച്ചത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ച് മറുപടി നൽകി. കുടുംബശ്രീയെ തകർക്കുന്ന ഒരു പ്രവർത്തനവും ഈ സർക്കാരിനില്ലെന്ന് മുഖ്യമന്ത്രി മറുപടിയിൽ പറഞ്ഞു. കേരളം പല കാര്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അക്കൂട്ടത്തിൽ ഒന്ന് തന്നെയാണ് 39 ലക്ഷത്തോളം കുടുംബങ്ങൾ അണിനിരന്നിട്ടുള്ള കുടുംബശ്രീ സംവിധാനം. പക്ഷേ ഇന്ന് അതിനെ ഒരു തകർക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടിയാണോ തുടരുന്നത് എന്ന ഭയപ്പാടാണ് ഇപ്പോൾ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനിടയിലുള്ളത്. സർ, ജനശ്രീ മിഷന്റെ എന്ന മൈക്രോ മിഷനെ രൂപീകരിച്ചുകൊണ്ട് അതിന് 14 കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടന എന്ന നിലക്ക് രൂപീകരിച്ചുകൊണ്ടാണ് കേരളം ഇത്രയും കാലം പുലർത്തിപ്പോന്നിട്ടുള്ള എല്ലാ സാമ്പത്തിക നടപടിക്രമങ്ങളും ധനകാര്യ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് 14.36 കോടി രൂപ RKVY പദ്ധതി പ്രകാരം നൽകുന്നതിന് വേണ്ടി ജനശ്രീക്ക് നൽകാൻ വേണ്ടി തീരുമാനമെടുത്തത്. സർ, അത് തീരുമാനമെടുത്തുകൊണ്ട് അതൊരു സങ്കുചിതമായ രാഷ്ട്രീയം എത്രത്തോളം തലക്ക് പിടിച്ചിരിക്കുന്നു എന്നതിന്റെ ഈ സർക്കാരിന്റെ ഒരു ഏറ്റവും വലിയൊരു തെളിവായിട്ടാണ് നമുക്കതിനെ കാണാൻ പറ്റുന്നത്. സർ, ഞാനീ പറഞ്ഞത് ഈ മന്ത്രി തന്നിട്ടുള്ള, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്ന മറുപടിക്കകത്ത് ജനശ്രീക്ക് ഈ കൊടുത്തിട്ടുള്ള പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പവാറിന്റെ നിലപാട് സർക്കാർ അംഗീകരിക്കും എന്ന് ഇവിടെ സൂചിപ്പിച്ചു. ഇനി പരാതി ഉണ്ടെങ്കിൽ കേന്ദ്രത്തിന് നൽകുക എന്നതാണ് ആ മറുപടിക്കകത്ത്. ഇക്കാര്യത്തിൽ എന്താണ് ഈ സർക്കാരിന്റെ നിലപാട് എന്ന് വ്യക്തമാക്കുന്നു. സാറ്, അങ്ങ് 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് കുടുംബശ്രീ, 2 ജനശ്രീ. ഈ 2 കാര്യത്തിനും ഗവൺമെന്റിന്റെ നിലപാടിന് ഒരു മാറ്റവും ഇല്ല. കുടുംബശ്രീ ഈ നാടിന്റെ അഭിമാനമാണ്. ഈ നാട്ടിൽ നമുക്ക് ഏറ്റവും അധികം അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ്. അതിനെ ബലഹീനപ്പെടുത്തുന്ന ഒരു നടപടിയും സർക്കാർ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, സർക്കാർ അതിനെ ശക്തിപ്പെടുത്തും. അതിന് കൂടുതലായിട്ടുള്ള ഫണ്ട്
ഈ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ തുക ഈ ബഡ്ജറ്റിലാണ് നീക്കി വെച്ചിട്ടുള്ളത്. ഭാവിയിലും മുമ്പോട്ട് അത് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 2, ജനശ്രീ. RKVY എന്ന് പറയുന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. ഇതാണ് ഗവൺമെന്റ് ജനശ്രീക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന സ്കീമാണെന്നാണ്. RKVY അനുസരിച്ച് ആർക്കും നമുക്ക് പ്രോജക്റ്റ് തയ്യാറാക്കാം. ആ പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഫണ്ട് കിട്ടും. യഥാർത്ഥത്തിൽ ഗവൺമെന്റ് പരമാവധി അത് പ്രോത്സാഹിപ്പിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഫണ്ടും RKVY പദ്ധതി തുകയും കുടുംബശ്രീ വഴി തന്നെ ചിലവഴിക്കണമെന്നായിരുന്നു പിന്നെ KS സലിക. ഇതിന് മുഖ്യമന്ത്രി മറുപടി നൽകിയത് കഴിഞ്ഞ LDF സർക്കാരിനെ കുറ്റപ്പെടുത്തി തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുടുംബശ്രീ നമ്മുടെ മാതൃകയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പൊതുസ്വത്താണ് എന്ന് പറഞ്ഞത് 100% അംഗീകരിക്കുകയാണ്. അത് ആ രീതിയിൽ തന്നെ തുടരുമെന്ന് പ്രതീക്ഷിക്കുകയുമാണ്. സർ, അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ മറ്റു രീതി പറയല്ലേ, ഈ RKVY പദ്ധതി കുടുംബശ്രീ മുഖാന്തരം തന്നെ നമുക്ക് നടപ്പാക്കാൻ കഴിയും. മറ്റ് ഇത്തരം ഏജൻസികളെ ഉപയോഗിക്കുന്നതിന് പകരം കുടുംബശ്രീക്ക് തന്നെ ആ പണം ചെലവഴിക്കാൻ കഴിയില്ലേ എന്നൊരു സംശയം ഉണ്ട് അക്കാര്യത്തിൽ. സർ, അതോടൊപ്പം തന്നെയാണ് ഈ കുടുംബശ്രീ എന്നത് സർക്കാരിന്റെ ഒരു മാതൃകാ സ്വയം സംരംഭക പദ്ധതിയാണ് എന്നിവിടെ സൂചിപ്പിക്കപ്പെട്ടു. അവർക്കുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളെ സംബന്ധിച്ച് നടന്ന സമരത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പൂർണ്ണമായും പാലിക്കപ്പെടുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ എന്നതും അതിനകത്ത് മന്ത്രിമാർ തന്നെ ഒരു പരസ്യ നിലപാട് സ്വീകരിക്കുന്ന സ്ഥിതിയുണ്ടായി. മുഖ്യമന്ത്രിയുടെ പറഞ്ഞ സ്ഥിതി അനുസരിച്ചുകൊണ്ട് മാതൃകയാണ് നമ്മുടെ കുടുംബശ്രീ എന്നതുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങൾക്ക് കൂടി കുടുംബശ്രീ മാതൃകയാണ് എന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെന്റും ഇപ്പൊ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഈ സാഹചര്യത്തിൽ കുടുംബശ്രീയെ കൂടുതൽ സ്വയം സംരംഭക മേഖലകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്? സാറ്, കുടുംബശ്രീയുടെ കാര്യത്തില് ഇപ്പം ഗവൺമെന്റിന് യാതൊരു കൺഫ്യൂഷനുമില്ല. ഇവിടെ ചില പ്രസ്താവനകളെ വളച്ചൊടിച്ച് അതിൽ നിന്ന് മറ്റൊരു രീതിയിലുള്ള പ്രചരണമാക്കി മാറ്റാൻ ശ്രമിച്ചതാണ് ഇവിടെ കൺഫ്യൂഷൻ വന്നത്. കുടുംബശ്രീക്ക് ഏതെല്ലാം വിധത്തിലുള്ള അംഗീകാരം കൊടുക്കാവോ? സാർ, ഈ കഴിഞ്ഞ UDF ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമാണ് ഈ നമ്മുടെ ആശ്രയ സ്കീം. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവർ നോക്കാൻ ആരുമില്ലാത്ത ആൾക്കാർ. ആ സ്കീം പൂർണ്ണമായി കുടുംബശ്രീയാണ് ഏൽപ്പിച്ചത്. കുടുംബശ്രീക്കാണ് അതിന്റെ ഇംപ്ലിമെന്റേഷന്റെ പൂർണ്ണമായ ചുമതല. അതുപോലെ വളരെയേറെ ഉത്തരവാദിത്തങ്ങൾ കുടുംബശ്രീക്ക് ഏൽപ്പിക്കാൻ സാധിക്കും. എക്സൈസ് വകുപ്പ് മന്ത്രി K. ബാബുവും നിരവധി ചോദ്യങ്ങൾക്ക് സഭയിൽ മറുപടി നൽകി. ബീവറേജസിന്റെ വിതരണ കേന്ദ്രങ്ങൾ പുതുതായി തുറക്കേണ്ടതില്ല എന്നാണ് ഈ സർക്കാരിന്റെ തീരുമാനമെന്നും ഈ സർക്കാർ 46 ബാർ ലൈസൻസുകൾ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി K. ബാബു അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. ഔട്ട്ലെറ്റുകളൊന്നും തുടങ്ങണ്ട എന്നും ഈ ഗവൺമെന്റ് തീരുമാനിച്ചു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതുവരെ ഒറ്റ ഔട്ട്ലെറ്റും KSBCയുടെ ആരംഭിച്ചിട്ടില്ല. അങ്ങനെ അതേ സമയത്ത് തന്നെ കള്ളുചെത്ത് വ്യവസായത്തെ വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ള നിലയിൽ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ഫോറിൻ ലിക്കറിന്റെ വീര്യം 42.86% ആണ്. അപ്പൊ അത് കള്ളിന്റെ 8.1 ബീറിന്റെ 6 മുതൽ 8%. ഈ വർഷത്തെ ടെൻഡർ എല്ലാം കഴിഞ്ഞു KSBCയുടെ. അടുത്ത വർഷത്തെ ടെൻഡറിൽ ഈ 42.86% വീര്യമുള്ള മദ്യത്തിൽ നിന്ന് കുറച്ചുകൂടി വീര്യം കുറഞ്ഞ മദ്യം ലഭ്യമാക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. അങ്ങനെ വിതരണം ചെയ്യുന്ന മദ്യത്തിന്റെ വീര്യം കുറച്ചു കൊണ്ടുവരിക, കള്ള് പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നയം. സംസ്ഥാനത്ത് സേവനാവകാശം നവംബർ 1 മുതൽ നടപ്പാക്കി തുടങ്ങിയെന്നും 16 വകുപ്പുകൾ ഇതിന് കീഴിൽ വന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സഭയിൽ പറഞ്ഞു. സേവന അവകാശം അത് ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കണം എന്നാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ഉൾപ്പെടെ 16 വകുപ്പുകളാണ്. റവന്യൂ, പോലീസ് അടക്കമുള്ള 16 ഡിപ്പാർട്ട്മെന്റുകളാണ് ഇതിനോടകം നടപ്പിലാക്കി അതിന്റെ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഏറ്റവും വേഗത്തിൽ നടപ്പിലാക്കും. നമ്മുടെ ശബ്ദം ഈ ലക്കം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങളിലും പരീക്ഷാ സമയത്ത് തന്നെ അധ്യാപക പരിശീലനം നടത്തി ക്രിസ്മസ് പരീക്ഷ അട്ടിമറിച്ചെന്നും ആരോപിച്ച് KSTA പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. KSTA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം M. മണികണ്ഠൻ, K. രമണി, K. M. ഉണ്ണികൃഷ്ണൻ, E. സൈദരവി, ജോസ് എബ്രഹാം എന്നിവർ നേതൃത്വം നൽകി. സഭയുടെ മുന്നിൽ പ്രധാന അധ്യാപകരും സ്കൂളിലെ ജീവനക്കാരും ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഓരോ ദിവസത്തിനും വേണ്ട പേപ്പർ അതാത് സമയത്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അങ്ങനെ പരീക്ഷ നടത്തുകയും ചെയ്ത് ആ പരീക്ഷ ഓണത്തിന് മുന്നേയും ഓണത്തിന് പിന്നെയുമായി ഏതാണ്ട് 1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷയാണ് കേരളത്തിൽ നടത്തിയത്. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്
പരീക്ഷയുടെ പേരിൽ നടക്കുന്ന ഒരു പ്രഹസനമാണ്. ഇപ്പോൾ നടക്കുന്നത് രണ്ടാം ആദ്യത്തെ എക്സാമാണ്. പട്ടാമ്പിയിൽ പുതിയ പാലം പണിയണമെന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. സമാപന സമ്മേളനം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എം.പി. രാജേഷ് എം.പി. ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി വിളയൂരിലാണ് ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് സമ്മേളനം നടന്നത്. സമാപനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ടി കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം വി.പി. റജിന, ജില്ലാ പ്രസിഡന്റ് കെ. ജയദേവൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം N. ഉണ്ണികൃഷ്ണൻ, NP. വിനയകുമാർ, സുബൈദ ഇസാഖ്, KP. സുധീർ, TV. ഗിരീഷ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാട്ടിലെ മറ്റെല്ലാ യുവജന സംഘടനകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ. അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനവും ലോകത്തിലെ 2ാമത്തെ വലിയ യുവജന പ്രസ്ഥാനവുമായി വളർന്നു വന്നിട്ടുള്ളത്. 1,60,00,000 ചെറുപ്പക്കാരാണ് ഡിവൈഎഫ്ഐയിലുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും വലിയ അംഗസംഖ്യ ഡിവൈഎഫ്ഐക്കാണ്. TV. ഗിരീഷിനെ ബ്ലോക്ക് സെക്രട്ടറിയായും T. കൃഷ്ണദാസിനെ പ്രസിഡന്റായും സമ്മേളനത്തിൽ വീണ്ടും തെരഞ്ഞെടുത്തു. സമ്മേളനത്തിന് മുന്നോടിയായി യുവജന റാലിയും നടന്നു. 100കണക്കിന് പ്രവർത്തകർ റാലിയിൽ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ ചെർപ്പശ്ശേരി ബ്ലോക്ക് സമ്മേളനത്തിന്റെ ഭാഗമായി തൃക്കടയിരിയിൽ മാധ്യമ സെമിനാർ നടന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാള വിഭാഗം മേധാവി അനിൽ ചേലാമ്പ്ര സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. E. വിനോദ് കുമാർ, KT. പ്രമോദ്, നാസർ തുടങ്ങിയവർ സംസാരിച്ചു. പാർട്ടി പാപ്പരായി പോയ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഈ കരാറിലേക്ക് ഇറങ്ങുന്നത്. പ്രതിസന്ധി കാരണം കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പട്ടാമ്പി ഘടകത്തിന്റെ വാർഷിക സമ്മേളനവും സ്കോളർഷിപ്പ് വിതരണവും ചൊവ്വാഴ്ച വൈകിട്ട് കൊപ്പം നക്ഷത്ര റീജൻസിയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. JCSOM പ്രസിഡന്റ് രാംദാസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് ബാബു കോട്ടയിൽ, JCI മുൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ജയരാജൻ എന്നിവർ പങ്കെടുക്കും. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ചടങ്ങിൽ നടക്കുമെന്ന് ചാപ്റ്റർ പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ, ഷാജഹാൻ, V. സുജീഷ് എന്നിവർ അറിയിച്ചു. പഠനത്തിൽ മുന്നോക്കം നിൽക്കുന്ന, അതുപോലെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. ചടങ്ങിൽ സംഘടനയുടെ മേഖലാ പ്രസിഡന്റ് രാംദാസ്, അതുപോലെ തന്നെ പട്ടാമ്പി വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബാബു കോട്ടയിൽ, അതുപോലെ തന്നെ സംഘടനയുടെ ദേശീയ മുൻ വൈസ് പ്രസിഡന്റ് ജയരാജൻ തുടങ്ങിയവർ അതിഥികളായി പങ്കെടുക്കുന്നുണ്ട്. ഒരു ഇടവേള കൂടി. വാർത്തകളിലേക്ക്. ക്രിസ്തുമസും പുതുവത്സരവും അടുക്കുന്നു. ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിനായി വിപണി ഉണർന്നു. ക്രിസ്തുമസ് നക്ഷത്രങ്ങളും അലങ്കാര വസ്തുക്കളും ഒരുക്കി ക്രിസ്മസ് വിപണി സജീവമായി. പെരിന്തൽമണ്ണ ബ്യൂറോയുടെ റിപ്പോർട്ട്. യേശുദേവന്റെ തിരുപ്പിറവിയും പുതുവത്സരവും ആഘോഷിക്കാൻ നാടൊരുങ്ങുകയാണ്. ക്രിസ്മസിനെ വരവേൽക്കാൻ വിപണിയും ഒരുങ്ങിക്കഴിഞ്ഞു. വൈവിധ്യമാർന്ന വർണ്ണങ്ങളിലും മോഡലുകളിലുമുള്ള ക്രിസ്മസ് നക്ഷത്രങ്ങൾ വിപണിയിൽ എത്തിയിട്ടുണ്ട്. കുഞ്ഞു നക്ഷത്രങ്ങൾ മുതൽ വലിയ നക്ഷത്രങ്ങൾ വരെ വിപണിയിൽ സുലഭമാണ്. തുപ്പാക്കി, തട്ടത്തിൻമറയത്ത്, ഉസ്താദ് ഹോട്ടൽ തുടങ്ങിയ സിനിമാ പേരുകളിലും ക്രിസ്മസ് നക്ഷത്രങ്ങൾ ഇത്തവണ വിപണിയിലെത്തി. പുൽക്കൂട്ടിൽ വെക്കുന്ന ക്രിപ്പ് സെറ്റുകളും തിരുരൂപങ്ങളും ക്രിസ്മസ് ട്രീകളും വിപണിയിലുണ്ട്. ക്രിസ്മസ് കേക്കുകളും വിപണിയിൽ എത്തിത്തുടങ്ങി. ക്രിസ്മസിനെയും പുതുവത്സരത്തെയും വരവേൽക്കാൻ ഇത്തവണ വ്യത്യസ്തതയാർന്ന ആശംസാ കാർഡുകളാണ് വിപണിയിൽ എത്തിയിട്ടുള്ളത്. വള്ളവനാട്ടിലെ പ്രസിദ്ധ ഭദ്രകാളി ക്ഷേത്രമായ മംഗലാകുന്ന് കാട്ടുകുളം പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഭാഗവത സപ്താഹ യജ്ഞം ഞായറാഴ്ച സമാപിക്കും. ഞായറാഴ്ച വൈകിട്ട് ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചതോടുകൂടിയാണ് 7 ദിവസങ്ങളിലായി നടക്കുന്ന സപ്താഹയജ്ഞത്തിന് തിരിതെളിഞ്ഞത്. തുടർന്ന് ആചാര്യവരണം, മഹാത്മ്യ പാരായണം എന്നിവയും നടന്നു. നന്ദകുമാർ കണ്ടമംഗലമാണ് സപ്താഹയജ്ഞത്തിന്റെ യജ്ഞാചാര്യൻ. തിങ്കളാഴ്ച ഗണപതി ഹോമം, വിഷ്ണു സഹസ്രനാമജപം, പ്രഭാഷണം, പ്രസാദൂട്ട്, പാരായണം എന്നിവയുണ്ടായി. കുന്തിസ്തുതി, ഭീഷ്മസ്തുതി, പരീക്ഷിത് ജനനം, ദക്ഷയാഗം, ധ്രുവചരിതം, നരസിംഹാവതാരം, പരീക്ഷിത് മുക്തി തുടങ്ങിയവ 7 ദിവസങ്ങളിലായി പാരായണം ചെയ്യും. സപ്താഹയജ്ഞത്തിന്റെ പ്രധാനമായ രുക്മിണി സ്വയംവരം 5-ാം ദിവസമായ വെള്ളിയാഴ്ചയാണ് നടക്കുക. അന്നേ ദിവസം വൈകിട്ട് രുക്മിണി സ്വയംവര ഘോഷയാത്രയും നടക്കും. നിത്യവും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഉണ്ടാകും.
വെള്ളിനേഴി ഞാളാകുറിശി പയ്യുരുളി ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിച്ചു. വിശേഷാൽ ദിനത്തോടനുബന്ധിച്ച് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിയത്. പുലർച്ചെ നടന്ന ഗണപതി ഹോമത്തോടെയാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കൽ ചടങ്ങു നടന്നു. ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കഥകളി മേളത്തിന് വീരശൃംഖല ലഭിച്ച കലാനിലയം മുൻ പ്രിൻസിപ്പളായ കുഞ്ഞുണ്ണി ആശാനെയും ശതാഭിഷിക്തനായ കലാമണ്ഡലം ദാമോദരനെയുമാണ് ആദരിച്ചത്. OMC വാസുദേവ നമ്പൂതിരിപ്പാട്, ON ദാമോദരൻ നമ്പൂതിരിപ്പാട്, കലാമണ്ഡലം മോഹനകൃഷ്ണൻ, വെള്ളിനേഴി അച്യുതൻകുട്ടി, ഒപ്പത്ത് ശിവരാമൻ, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രസാദോട്ടമുണ്ടായി. വൈകിട്ട് സീതാ സ്വയംവരം, കിരാതം, കഥകളിയും അരങ്ങേറി. അരക്കുപറമ്പ് ശ്രീ വെളിങ്ങോട് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ ഏകാദശ രുദ്രാഭിഷേകം നടന്നു. തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ 12 വരെയായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്രം മാർഗദർശി രാജീവ് ജി അഗസ്ത്യമല, ക്ഷേത്രം തന്ത്രി പുതുമന ഹരിശങ്കരൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ഏകാദശ രുദ്രാഭിഷേകം നടന്നത്. രാവിലെ 8 മണി മുതൽ 12 വരെയായിരുന്നു ചടങ്ങുകൾ. തുടർന്ന് പ്രസാദകൂട്ട് നടന്നു. പൂർണ്ണമായും ജലത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് വെളിങ്ങോട് അർദ്ധനാരീശ്വര ക്ഷേത്രം. ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠയോടുകൂടിയുള്ള അഷ്ടബന്ധ നവീകരണ കലശം വൈകാതെ നടക്കുമെന്നും ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിന്തൽമണ്ണയിൽ വൻ കഞ്ചാവ് വേട്ട. 26 കിലോ കഞ്ചാവുമായി തിരൂർ സ്വദേശി പോലീസ് പിടിയിൽ. പിടിയിലായത് കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന മുഖ്യ കണ്ണിയെന്ന് പോലീസ്. കുരുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടരുന്നു. മപ്പാട്ടുകരയിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ ചികിത്സ തേടിയത് 20-ലധികം പേർ. മഞ്ഞപ്പിത്ത ബാധ പുഴവെള്ളം ഉപയോഗിച്ചവർക്ക്. സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ്. റേഷൻ കടകളിൽ പോലീസിനെ കൊണ്ട് റെയ്ഡ് നടത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. നടപടി തുടർന്നാൽ സംസ്ഥാന വ്യാപകമായി റേഷൻ കടകളടച്ച് അനിശ്ചിതകാല സമരം നടത്തുമെന്നും അസോസിയേഷൻ. കരിങ്കലത്താണി അരക്കുപറമ്പ് റൂട്ടിൽ ചൊവ്വാഴ്ച സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും. പണിമുടക്ക് ഓട്ടോറിക്ഷകളുടെ സമാന്തര സർവീസ് തടയണമെന്നാവശ്യപ്പെട്ട്. പെരിന്തൽമണ്ണ ആസ്ഥാനമായി മലബാർ ഫിലിം സൊസൈറ്റിക്ക് രൂപം നൽകി. കൂട്ടായ്മയ്ക്ക് പിന്നിൽ കലാ സാംസ്കാരിക പ്രവർത്തകർ. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 3 ദിവസത്തെ ഫിലിം ഫെസ്റ്റിവലും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.